C programming പഠിക്കണോ? You have come to the right place. Welcome back to Recode Guru. This is Ashish John. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് C പ്രോഗ്രാമിംഗ്, എന്താണ് ലൈബ്രറീസ്, എങ്ങനെയാണ് നമ്മൾ എഴുതിയേക്കുന്ന കോഡുകളെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്, അതായത് നമ്മൾ എഴുതുന്ന കോഡുകൾ എങ്ങനെയാണ് മെഷീൻ മനസ്സിലാക്കുന്ന രീതിയിലാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഡെയിലി വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് C? C is a general purpose procedure computer language supporting structured programming. സോ എന്താണ് ഈ ജനറൽ പർപ്പസ് ലാംഗ്വേജ്? ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാം, എംബഡഡ് സിസ്റ്റം ഉണ്ടാക്കാം, ഡേറ്റാ ബേസസ് ഉണ്ടാക്കാം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? നമുക്ക് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കതിന് മൈ കമ്പ്യൂട്ടർ കാണാം, പല കാര്യങ്ങളും കാണാം. പക്ഷെ അതെന്താണ്? ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാണ്ട് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു യൂസറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും നടുവിൽ നിൽക്കുന്ന ഒരു സാധനം. അതായത് ആ ഒരു ഇൻ്റർഫേസിനെയാണ് നമ്മൾ ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഫോൺ എടുത്താലും നമുക്ക് അതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഫംഗ്ഷൻസ് ഉള്ളത്. ഇപ്പം ഡയൽ പാഡ് എടുത്തു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. ഇനി എന്താണ് എംബഡഡ് സിസ്റ്റം? എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഫയർ അലാമാണ്. അത് ഫയർ ഡിറ്റക്റ്റ് ചെയ്യും, സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്യും. ആ സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്കി ഫങ്ഷൻസ് അത് പ്രൊസീഡ് ചെയ്യുന്നത്. ഇതാണ് ഒരു എംബഡഡ് സിസ്റ്റം. അതായത് ഒരു ഹാർഡ്വെയർ ഡിവൈസിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിനെ ഘടിപ്പിച്ച് വെക്കുന്നതാണ് എംബഡഡ് സിസ്റ്റം. ഡേറ്റാബേസ് എന്താണ്? ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും അത് റിട്രീവ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രൊസീജിയർ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ അത് പടിപടിയായിട്ടാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ പല ലാംഗ്വേജുകളിലും നമ്മൾ ജമ്പ് ചെയ്യുമായിരുന്നു. ഒരു പൊസിഷനിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്ലാരിറ്റി, ക്വാളിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ടൈം ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എന്തുകൊണ്ടാണ് അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്? കാരണം അത് മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ കണ്ടാൽ അറിയാം, ഇഫ് num1 ഗ്രേറ്റർ ദാൻ num2 എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേങ്കിൽ ലോ ലെവൽ ലാംഗ്വേജസ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അത് ഇതുപോലത്തെ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആവാം, ഇതുപോലെ നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാവാൻ സാധിക്കില്ല. റിച്ച് ലൈബ്രറി. എന്താണ് ലൈബ്രറീസ്? ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് പല കാര്യങ്ങളും ഇപ്പോൾ ഇൻപുട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ C പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. ഇൻപുട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇൻപുട്ട് ആണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? അതിൻ്റെ അകത്ത് ഓൾറെഡി സേവ് ചെയ്ത് കിടപ്പുണ്ട് ഫങ്ഷൻ. അപ്പം അതെവിടെയാണ് കിടക്കുന്നത്? അത് എപ്പോഴും കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കിടക്കുകയല്ല, ലോഡായി കിടക്കുകയല്ല, അത് ലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈബ്രറീസ് ഉപയോഗിക്കും. ലൈബ്രറീസ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രോഗ്രാംസ് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. കാരണം അത് പ്രീ ഡിഫൈൻഡ് ആണ്, അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, നമ്മൾ ആ വിളിച്ചാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C പ്രോഗ്രാമിങ്ങിൽ printf എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതായത് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് printf എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിച്ചാലേ വരുള്ളൂ. അപ്പോൾ അത് ആ ലൈബ്രറിയിൽ കിടക്കുന്ന ഒരു സാധനമാണ്. ഈ വെൽക്കം വർക്ക് ചെയ്യണമെങ്കിൽ ഈ stdio എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അതിൻ്റെ അകത്തു നിന്ന് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ലാംഗ്വേജ്, അതായത് നമ്മൾ എഴുതുന്ന കോഡുകളെ ഒരു മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് കമ്പ്യൂട്ടറിന് അറിയത്തില്ല. അത് കുറേ നമ്പേഴ്സൊക്കെ ആയിട്ടാണ് കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡുകൾ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ recode.c എന്നാണ് എൻ്റെ ഫയലിൻ്റെ പേര്. ഞാൻ കുറേ കോഡുകൾ ടൈപ്പ് ചെയ്ത് recode.c എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ഇനി അത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകും. ഈ recode.c പ്രീ പ്രോസസ്സറിലേക്ക് പോയി അവിടെ അത് recode.temp ഒരു ടെമ്പററി ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഹെഡർ ഫയൽ അത് വേറെ ഒരു സ്റ്റാറ്റിക് lib എന്ന് പറഞ്ഞ് എടുക്കും. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, recode.cയിൽ #include stdio.h എന്ന് പറഞ്ഞുണ്ട്. അത് അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടാണ് ഈ recode.tempലേക്ക് വന്നേക്കുന്നത്. ആ stdio.h ആണ് സ്റ്റാറ്റിക് ലിബിൽ കിടക്കുന്നത്. ഹെഡർ ഫയലിൻ്റെ ഇതാണ് ആ സ്റ്റാറ്റിക് ലിബിൽ കിടക്കുന്നത്. ബാക്കിയുള്ള കോഡുകൾ recode.tempൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ recode.tempൽ ഫുൾ കോഡുകളില്ല, അതിൻ്റെ ഹെഡർ ഫയൽ സ്റ്റാറ്റിക് ലിബിലാണ്.
ഇനി ഈ recode.temp കമ്പൈലറിലേക്ക് പോകുന്നു. കമ്പൈലറിലേക്ക് പോയി അത് ഈ പറഞ്ഞ പോലെ സീക്വൻസ് ആക്കി മാറ്റി. 100 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സീക്വൻസ് ആയി മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഒരു അൺഡിഫൈൻഡ് കിടപ്പുണ്ട്. അതായത് അത് ഫുൾ കംപ്ലീറ്റ് കോഡില്ല. അതിൻ്റെ അകത്ത് എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. അതാണ് ആ സ്റ്റാറ്റിക് ലിബ് എന്ന് പറഞ്ഞ സാധനം. ആ ഹെഡർ ഫയൽ അവിടെ മിസ്സിംഗ് ആണ്. ഇനി അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്കർ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിക് ലിബ് നമ്മൾ ഓൾറെഡി ഈ സീക്വൻസ് ഓഫ് കോഡാക്കി. ഇനി recode.obj എന്ന ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റിയ സാധനവും ഇതും വെച്ച് ലിങ്കർ വെച്ച് ലിങ്ക് ചെയ്യുകയാണ്. ലിങ്ക് ചെയ്തതിന് ശേഷം അത് ഒരു .exe ഫയലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് recode.exe ആയി. ഇനി അത് നമ്മൾ ലോഡറിലേക്ക് കൊടുക്കുന്നു. അതായത് ഇതിപ്പോൾ ഒരു ഫയലായി മാറി. ഇനി അത് മെമ്മറിയിൽ ലോഡ് ചെയ്താലേ നമുക്കത് വർക്കിംഗ് ആവുള്ളൂ. എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഷെയർ lib.dll വെച്ചിട്ട് നമ്മൾ അതിനെ ലോഡ് ചെയ്യുകയാണ്. ആ ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സിസ്റ്റത്തിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ടായി വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് സി എന്താണ്, സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പഠിക്കാം. ആൻഡ് ദിസ് ഇസ് ആശിഷ് ജോൺ ഫ്രം Recode Guru signing off.